നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. പ്രീതി നഷ്ടപ്പെട്ട മാർട്ടിൻ. ജനങ്ങൾക്കിടയിലെ പ്രീതി നഷ്ടപ്പെട്ട് അയർലൻഡ് പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിൻ. ജനപ്രീതി 11 പോയിന്റ് കുറഞ്ഞ് 33%. മേരി ലൂ മക്ഡൊണാൾഡിന്റെ ജനപിന്തുണ വർദ്ധിച്ച് 39%. ഗാർഡയിൽ ചേരാൻ 11,000 അപേക്ഷകൾ. ഗാർഡയുടെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ച അയർലൻഡിലെ യുവതലമുറ. ഈ വർഷം 11,000 പേരാണ് പോലീസ് സേനയുടെ ഭാഗമാകാൻ അപേക്ഷ നൽകിയത്. 30% പേർ സ്ത്രീകളാണ്. പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. അയർലൻഡ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. ഇനി 3 നാൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിനായുള്ളത്. ഇരു സ്ഥാനാർത്ഥികളും പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. അയർലൻഡിൽ വൻതുകയുടെ നിക്ഷേപവുമായി സ്കാൻഡിനേവിയൻ നിർമ്മാതാക്കളായ നോർഡാൻ 5 മില്യൺ യൂറോയുടെ നിക്ഷേപമാണ് നടത്തുന്നത്. അയർലൻഡിൽ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്ന പുരുഷന്മാരുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ വർഷം മാനസിക പിന്തുണ തേടിയ ഇരയായ പുരുഷന്മാരുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ത്രിവർണ്ണ പതാക ഉയർത്തുന്ന ചിലർ ദേശീയ പതാകയെ അപമാനിക്കുകയാണെന്ന് പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിൻ. ഐറിഷ് വിപ്ലവകാരി തിയോബാൾഡ് വുൾഫ് ടൗണിന്റെ അനുസ്മരണ ചടങ്ങിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഡബ്ലിൻ ബസ്സിലെ ഡ്രൈവർമാർക്കായി ശുചിമുറി നിർമ്മിക്കാൻ അനുമതി. ഡൺലാവോഗെയർ റാപ്പ് ഡൌൺ കൌണ്ടി കൌൺസിലാണ് അനുമതി നൽകിയത്. അതിശക്തമായ മഴയിൽ കൌണ്ടി ഡൌണിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. മോർണ് പർവ്വത നിരകളിൽ നിന്ന് താഴേക്കൊഴുകിയ വെള്ളവും അവശിഷ്ടങ്ങളും വീടുകൾക്കുള്ളിലായിരുന്നു അടിഞ്ഞത്. അയർലൻഡിലെ കർഷകർക്ക് ആശ്വാസം. സ്ലൈഗോ, ലെയ്ട്രിം, ഡൊണഗൽ എന്നീ മേഖലകളിലെ കർഷകർക്ക് ധനസഹായ വിതരണം ആരംഭിച്ചു. കൌണ്ടി വെക്സ്ഫോർഡിലെ റോസ്ലർ യൂറോപോർട്ടിൽ 202.5 കിലോയുടെ കൊക്കൈൻ പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ അധികൃതർ അറസ്റ്റ് ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്ത് പ്രവേശിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ബ്ലൂംബർഗിൽ അഭിമുഖ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോങ്കോങ്ങിൽ ലാൻഡിംഗിനിടെ ചരക്ക് വിമാനം റൺവേയിൽ നിന്ന് തെന്നി കടലിൽ വീണു. സംഭവത്തിൽ 2 പേർ മരിച്ചു. INS വിക്രാന്തിനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കാൻ വിക്രാന്ത് എന്ന പേര് തന്നെ ധാരാളമാണെന്നും മോദി. ഡൽഹിയിൽ വായുവിന്റെ ഗുണനിലവാരം വളരെ മോശം. ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പടക്കം പൊട്ടിച്ചതോടെ നഗരത്തിൽ പുകപടലം രൂക്ഷമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും സംശയത്തിന്റെ നിഴലിൽ. സുഹൃത്ത് സുബ്രഹ്മണ്യനെ SIT ചോദ്യം ചെയ്തു. അട്ടപ്പാടിയിൽ കർഷകൻ ജീവനൊടുക്കി. ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമിയാണ് മരിച്ചത്. വില്ലേജിൽ നിന്നും തണ്ടപ്പേര് കിട്ടാത്തതിൽ മനംനൊന്തായിരുന്നു ആത്മഹത്യ. ICCക്കെതിരെ പാകിസ്ഥാൻ. അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങളുടെ മരണത്തിൽ ICCക്കെതിരെ പാകിസ്ഥാൻ. ICCയുടെ പ്രസ്താവന പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി അത്താഫുള്ള തറാർ പറഞ്ഞു. അർജന്റീനയെ തകർത്ത് മൊറോക്കോ. ഫിഫ അണ്ടർ-20 ലോകകപ്പിൽ മൊറോക്കോ ചാമ്പ്യന്മാർ. ഫൈനലിൽ അർജന്റീനയെ തകർത്താണ് മൊറോക്കോ ചാമ്പ്യന്മാരായത്. ശൈത്യത്തെ ദുർബലമാക്കാൻ എൽ നിനോ. അയർലൻഡിൽ എൽ നിനോ പ്രതിഭാസം ശൈത്യകാലം കൂടുതലായി സൗമ്യമുള്ളതാക്കിയേക്കുമെന്ന് പുതിയ ഗവേഷണത്തിലെ കണ്ടെത്തൽ. ഇത് വലിയ കാലാവസ്ഥാ ആഘാതത്തിന് കാരണമാകാൻ സാധ്യതയുണ്ടെന്നും പുതിയ ഗവേഷണം സൂചിപ്പിക്കുന്നു. വെള്ളിയാഴ്ച വരെ മഴ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.